92 ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ പോഷക പ്രശ്നവുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാനുള്ള സ്ത്രീ കൂട്ടായ്മ രൂപീകരിക്കുകയും അത് പിന്നീട് മലപ്പുറം ജില്ലയിലെ മുനിസിപ്പൽ ഏരിയയിലേക്ക് വ്യാപിപ്പിക്കുകയും പിന്നീട് 1998 കുടുംബശ്രീ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയുമാണ്. ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം എങ്ങനെയാണ് കുടുംബശ്രീ പ്രസ്ഥാനം കേരളത്തിൻ്റെ മുഖശ്രീയായി മാറിയത് എന്നതിനെ കുറിച്ചുള്ള ഒരു പ്രസൻറ്റേഷനാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും കുടുംബശ്രീയെക്കുറിച്ച് പറയുമ്പോൾ മറ്റു ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാവുന്ന കേരളത്തിൻ്റെ ചില പ്രത്യേകതയുണ്ട്. ഉയർന്ന വിദ്യാഭ്യാസം, ഉയർന്ന ജീവിത നിലവാരം, ആയുർദൈർഘ്യം, പൊതുവിതരണ സമ്പ്രദായം, പൊതുജന ആരോഗ്യം. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ വികേന്ദ്രീകരണവും സ്ത്രീ ശാക്തീകരണ പ്രവർത്തനവുമാണ് കേരളത്തെ വേറിട്ട് നിൽക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കേരള മാതൃക, കുടുംബശ്രീയുടെ വളർച്ചയുടെ നാൾവഴികൾ നേരത്തെ ഞാൻ പ്രതിപാദിച്ചു. 92 തുടക്കം കുറിച്ച കുടുംബശ്രീയുടെ പ്രാരംഭ പ്രവർത്തനം പിന്നീട് 98 അതൊരു മിഷനായിട്ട് രൂപീകൃതമാവുകയും ആദ്യം ലഘുസമ്പാദ്യ പ്രവർത്തനങ്ങളായിരുന്നു കുടുംബശ്രീയുടെ തുടക്കം. ലഘുസമ്പാദ്യം കൊണ്ട് മാത്രം ദാരിദ്ര്യത്തെ തുടച്ചു നീക്കുക എന്നുള്ളത് പ്രയാസകരമാണ്. അതുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് അത് എത്തിയപ്പോൾ തൊഴിൽ മേഖലയിലേക്ക്, സൂക്ഷ്മ സംരംഭ മേഖലയിലേക്കും കാർഷികേതര പ്രവർത്തനങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. സംരംഭം, ആഴ്ച നിക്ഷേപം ഉണ്ടാവണമെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് മാസ വരുമാനം ഉണ്ടാവണം. ആ വരുമാനം ഉണ്ടാവണമെങ്കിൽ തൊഴിലുണ്ടാവണം. അപ്പോൾ തൊഴിലിലേക്ക് കടന്നു. അങ്ങനെ സംരംഭ പ്രവർത്തനങ്ങളിലേക്ക് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചു. അത് മാത്രം മതിയോ? സ്വാഭാവികമായിട്ടും വളർന്നു വരുന്ന യുവതലമുറയെ, കുട്ടികളുടെ സമൂഹത്തെ അവർക്ക് നല്ല വിദ്യാഭ്യാസവും ആരോഗ്യവും കൊടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ബാലസഭയുടെ പ്രവർത്തനങ്ങളിലേക്ക് തുടക്കം കുറിച്ചു. ആ ജനകീയവസന പ്രക്രിയ തുടങ്ങുന്ന സമയത്ത് തന്നെ നാടിൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അത് ചർച്ച ചെയ്യാനും അത് കൃത്യമായി അതിൽ ഇടപെടാനും വേണ്ടി ഗ്രാമസഭകളിലെ സജീവമായ പങ്കാളിത്തമായിട്ട് കുടുംബശ്രീ പ്രസ്ഥാനം മാറി. സ്ത്രീകളുടെ പൊതുയിടം സ്ത്രീകളുടേതുമാണ് എന്നുള്ള രീതിയിലേക്ക് കേരളത്തിൻ്റെ ചിത്രം മാറി. സ്വാഭാവികമായിട്ടും ആരോഗ്യവും വിദ്യാഭ്യാസവും ഉപജീവന പ്രവർത്തനങ്ങളുമെല്ലാം മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ സ്കൂളും കോളേജിൻ്റെ സമയത്ത് പഠിച്ചിരുന്ന തൻ്റെ സർഗാത്മക കഴിവുകളെ പരിപോഷിപ്പിക്കാനുള്ള ഇടം സ്വാഭാവികമായിട്ടും സ്ത്രീക്ക് അന്യമായിരുന്നൊരു കാലത്ത് കുടുംബശ്രീയിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു. സ്കൂൾ കലോത്സവത്തെ വെല്ലുന്ന തരത്തിലുള്ള അരങ്ങ് കലോത്സവങ്ങൾ കുടുംബശ്രീയുടെ ഗ്രാമാന്തരങ്ങളിലും കുടുംബശ്രീയുടെ ADS സംവിധാനം തൊട്ട് സംസ്ഥാന തലം വരെയുള്ള മത്സരങ്ങൾ, മത്സരങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ലോകത്തിന് മാതൃകയായ കുടുംബശ്രീ പ്രസ്ഥാനത്തെക്കുറിച്ച് കേന്ദ്ര ഗവൺമെൻറ് പഠനം നടത്തി. സംസ്ഥാന സർക്കാരിനോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു, കുടുംബശ്രീ മാതൃകയിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കണം. അങ്ങനെ അത് വ്യാപിപ്പിക്കാൻ വേണ്ടി നാഷണൽ റിസോഴ്സ് ഓർഗനൈസേഷൻ അഥവാ NRO രൂപീകരിച്ചു. NROയുടെ ശേഷം പിന്നീട് നമുക്കറിയാം, പുതിയ കാലത്ത് ഇന്ന് വൈജ്ഞാനിക കാലത്തിൽ തൊഴിലിൻ്റെ കാലഘട്ടം, നോളജ് എക്കോണമിയുടെ കാലഘട്ടത്തിൽ നോളജ് എക്കോണമിക്കുമായി ആവശ്യമായിട്ടുള്ള സോഷ്യൽ മൊബിലൈസേഷന് ഇന്ന് കുടുംബശ്രീയുടെ പങ്ക് ഇന്ന് എത്തി നിൽക്കുന്നു. എങ്ങനെയാണ് കുടുംബശ്രീ കേരളത്തിൻ്റെ വികസന ഏജൻസിയായത്? നമുക്കറിയാം, 2008-ലെയും 2018-ലെയും 2019-ലെയും പ്രളയം വന്ന സമയത്ത് ആ പ്രളയത്തെ അതിജീവിക്കാൻ ഏറ്റവും വലിയ ചാലകശക്തിയായി പ്രവർത്തിച്ച് മുന്നിൽ നിരുന്ന പോരാളികൾ എന്ന് പറഞ്ഞാൽ കുടുംബശ്രീയുടെ പ്രവർത്തകരാണ്. ഈയിടെ നടന്ന മേപ്പാടിയിലെ ദുരന്തം വന്ന സമയത്ത് ആ ദുരന്തമുഖത്ത് ഏറ്റവും കൂടുതൽ ഇടപെട്ട ഒരു സംവിധാനം എന്ന് പറയുന്നത് കുടുംബശ്രീ സംഘടനാ സംവിധാനമാണ്.
ദുരന്തമിരുന്നതിന് ശേഷം ഉപജീവനവും സാമൂഹ്യവും സാംസ്കാരികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള മൈക്രോ പ്ലാൻ തയ്യാറാക്കിയതിൻ്റെ പിന്നിലും കുടുംബശ്രീയുടെ പങ്കാണ്. ഇങ്ങനെ ദുരന്ത മേഖലകളിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇന്ന് കുടുംബശ്രീ പ്രസ്ഥാനം മാറി. മറ്റൊന്ന് മാലിന്യ നിർമ്മാർജ്ജനമാണ്. കഴിഞ്ഞ 2 വർഷത്തെ കേരളത്തിൻ്റെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനം എടുത്തു കഴിഞ്ഞാൽ പ്രകൃതിയെ സംരക്ഷിക്കുന്ന മാലാഖമാരുടെ ചുമതലയെടുക്കുന്ന ഹരിതകർമ്മസേന 34,000 വരുന്ന ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ, കേരളത്തിൻ്റെ 60% കുടുംബങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന കുടുംബശ്രീ പ്രസ്ഥാനം മാലിന്യ മുക്ത പ്രവർത്തനങ്ങളിലെ ഏറ്റവും വലിയ ഭടന്മാരായി മാറി എന്നുള്ളതാണ് നമ്മുടെ വസ്തുത. ഹരിത അയൽക്കൂട്ടവും അതുപോലെ തന്നെ ശുചിത്വ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമെല്ലാം ഇടപെടാനുള്ള ഒരു വലിയ സേനയായിട്ട് കുടുംബശ്രീ പ്രസ്ഥാനത്തെ നമുക്ക് മാറ്റാൻ സാധിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാമൂഹ്യ ഇടപെടൽ പ്രസ്ഥാനങ്ങളാണ്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, 378ഓളം ബഡ്സ് BRC സ്ഥാപനങ്ങൾ കുടുംബശ്രീയുടെ കീഴിൽ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. സ്ത്രീകളുടെ പദവി ഉയർത്താൻ വേണ്ടിയുള്ള ജെൻഡർ റിസോഴ്സ് സെൻ്ററുകൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമം നേരിട്ടുകഴിഞ്ഞാൽ 24 മണിക്കൂറും സേവന സന്നദ്ധരായിട്ടുള്ള സ്നേഹിത സെൻ്ററുകൾ, ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് കേരളത്തിലെ ഏകദേശം 73ഓളം DYSP ഓഫീസുകളിൽ സ്നേഹിതയുടെ എക്സ്റ്റൻഷൻ സെൻറ്റർ ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല നമുക്കറിയാം, കേരളത്തിനകത്ത് ഏറ്റവും അതിദരിദ്രരായിട്ട് ജീവിക്കുന്ന ഒന്ന് ട്രൈബൽ മേഖലയിലാണ്, മറ്റൊന്ന് ഭാഷാ ന്യൂനപക്ഷ മേഖലയിലാണ്. SC/ST മേഖലയിലും ഭാഷാ ന്യൂനപക്ഷ മേഖലയിലെയും സമഗ്രമായ വികസനത്തിനുള്ള പ്രത്യേക ഇടപെടൽ കുടുംബശ്രീ നേതൃത്വത്തിൽ നടന്നു വരുന്നു. ഒപ്പം തന്നെ കുട്ടികളുടെ അയൽക്കൂട്ടം ബാലസഭയുടെ പ്രവർത്തനങ്ങളും ഇന്ന് കുടുംബശ്രീ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. മറ്റൊന്ന് DFK, ഡെസ്റ്റിറ്റ്യൂട്ട് ഫ്രീ കേരള, അഗതിരഹിതരുടെ ഇല്ലാതാക്കാനുള്ള DFK പദ്ധതി. നമുക്കറിയാം, നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും അതിദരിദ്രത കുറഞ്ഞ സംസ്ഥാനമെന്ന് കേരളമാണ്. 0.55%, ഏകദേശം 64,000 പേര്. ആ 64,000 പേരുടെ അതിദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള വിവിധ പദ്ധതികൾ, പരിപാടികൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇന്ന് നടപ്പിലാക്കി വരുന്നു. മറ്റൊന്ന് ഉപജീവന മേഖലയിലാണ്. ഏകദേശം 2 ലക്ഷം സംരംഭങ്ങൾ, ഏകദേശം 4 ലക്ഷത്തോളം അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ബൃഹത്തായ ഉപജീവന ഇടപെടലാണ് സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, ന്യൂട്രിമിക്സ് യൂണിറ്റ് ഇന്ന് നമ്മുടെ പിഞ്ചു മക്കൾക്ക് അംഗൻവാടി വഴി കിട്ടുന്ന പോഷക ആഹാരം കുടുംബശ്രീയുടെ 300ഓളം വരുന്ന ന്യൂട്രിമിക്സ് യൂണിറ്റുകൾ വഴി വിതരണം ചെയ്യുന്ന ഒന്നാണ്. പ്രീമിയം കഫേ തൊട്ട് ജനകീയ ഹോട്ടൽ വരെയുള്ള കുടുംബശ്രീയുടെ വിവിധങ്ങളായിട്ടുള്ള സംരംഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന് 92,000ഓളം വരുന്ന സംഘകൃഷികൾ, 4 ലക്ഷത്തോളം കൃഷിക്കാർ കുടുംബശ്രീയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു. ഒപ്പം തന്നെ ട്രൈബൽ മേഖലയിലും അതിദാരിദ്ര്യമായിട്ടുള്ള പ്രത്യേക ഇടപെടൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നു. കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം തൊട്ട് സരസ് മേള പോലെയുള്ള വലിയ മേളകൾ, കഴിഞ്ഞ മാസം ചെങ്ങന്നൂർ വെച്ചുള്ള സരസ് മേളയാണ്. ആ സരസ് മേളയിലെ കുടുംബശ്രീ അംഗങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിറ്റഴിവ് എന്ന് പറയുന്നത് ഏകദേശം 7 കോടിയിൽ അധികം രൂപയാണ്. ഇങ്ങനെ വലിയ ബൃഹത്തായ മാർക്കറ്റിംഗ് സമ്പ്രദായം. ഒപ്പം തന്നെ നമുക്ക് ഇന്ന് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ചിക്കൻ, ഇന്ന് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണമാണ് ചിക്കൻ. ഏറ്റവും മികച്ച ചിക്കൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി കുടുംബശ്രീയുടെ സ്വന്തം കേരള ചിക്കൻ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സുലഭമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു കുടുംബശ്രീയുടെ ഇടപെടൽ ഇത്രയും വലിയ കേരളത്തിൻ്റെ ദാരിദ്ര്യ ലഘൂകരണ ഏജൻസിയായി വർദ്ധിപ്പിച്ചപ്പോൾ കേന്ദ്രാവിഷ്കൃതമായ സംസ്ഥാനാവിഷ്കൃതമായ വിവിധ പദ്ധതികളുടെ നോഡൽ ഏജൻസിയായിട്ട് ഇന്ന് കുടുംബശ്രീ മാറി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാണ് PMAY, പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമായി ഏകദേശം 89,000 വീടുകൾ കുടുംബശ്രീ നേതൃത്വത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചു. മറ്റൊന്ന് ദേശീയ ഉപജീവന മിഷൻ NULM-ൻ്റെ പദ്ധതികൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന നോഡൽ ഏജൻസിയായിട്ട് കുടുംബശ്രീയെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. മറ്റൊന്ന് ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ, കേന്ദ്ര സർക്കാരിൻ്റെ NRLM പദ്ധതിയുടെ നോഡൽ ഏജൻസിയായിട്ട് ഇന്ന് കുടുംബശ്രീയാണ് പ്രവർത്തിക്കുന്നത്. മറ്റൊന്ന് DDGKY, ദീൻ ദയാൽ
ഉപാധിയ കൗശല്യോജന എന്ന് പറയുന്ന നൈപുണ്യ സ്കിൽ പരിശീലന പരിപാടി നടത്തുന്ന ഏജൻസിയായിട്ട് ഇന്ന് കുടുംബശ്രീ മാറി. ഏകദേശം 1 ലക്ഷത്തോളം യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനം നൽകാൻ കഴിഞ്ഞ വർഷക്കാലയളവിൽ നമുക്ക് സാധിച്ചു. മറ്റൊന്ന് MKSV മഹിളാ കിസാൻ സസ്യീകരണ പരിയോജന കാർഷിക പദ്ധതി, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഏജൻസി ആയിട്ട് ഇന്ന് കുടുംബം മാറി. നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു, 20 സംസ്ഥാനങ്ങളിലും 3 യൂണിയൻ ടെറിട്ടറിയിലും കുടുംബശ്രീ മാതൃകയുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന നോഡൽ ഏജൻസിയായിട്ട് ഇന്ന് കുടുംബശ്രീ മാറി. അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പറയുന്ന പ്രവർത്തന അപ്പുറത്ത് നിന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി സംവിധാനങ്ങൾ സ്വതന്ത്രമായി കഴിഞ്ഞ ഒരു വർഷം കമ്മ്യൂണിറ്റിയുടെ പാർട്ടിസിപ്പേഷൻ കൂടി 440 വീടുകൾ, ഏറ്റവും പാവപ്പെട്ടവർക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ കുടുംബശ്രീ സംവിധാനത്തിന് സാധിച്ചു. സ്നേഹനിധി, ഒരു അയൽക്കൂട്ട മെമ്പറെ സംബന്ധിച്ച് ഒരു ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ആ ആരോഗ്യ പ്രശ്നത്തിന് അടിയന്തര സഹായം നൽകാൻ വേണ്ടിയുള്ള സ്നേഹനിധി ഫണ്ട് സമാഹരണവും അതിൻ്റെ പ്രവർത്തനങ്ങളും നടന്നു വരുന്നു. മറ്റൊന്ന്, കഴിഞ്ഞ 6 വർഷത്തെ കാലയളവിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കുടുംബശ്രീയുടെ ഏകദേശം 50 ലക്ഷം വരുന്ന അംഗങ്ങൾ സ്വരൂപിച്ചു കൊടുത്തത് 40 കോടി രൂപയാണ്. മറ്റൊന്ന്, കുടുംബശ്രീ വായനശാല നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഹാപ്പിനെസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട. നമുക്കറിയാം, കേരളത്തിൻ്റെ കേവല ദാരിദ്ര്യം, ഭക്ഷണമില്ലാത്തതും വസ്ത്രമില്ലാത്തതും പാർപ്പിടമില്ലാത്തതും ഇന്ന് കേരളത്തിനെ സംബന്ധിച്ച് അന്യമാണ്. എന്നാൽ അതേ സമയത്ത് മാനസികാരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സന്തോഷിക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് പരിഹരിക്കാൻ അയൽക്കൂട്ടം തൊട്ട് CDS തലം വരെയുള്ള എല്ലാ വർഷവും വാർഷികാഘോഷ പരിപാടികളും അയൽക്കൂട്ടങ്ങളുടെയും മറ്റു ഭാരവാഹികളുടെയും മാനസിക ഉല്ലാസം ഉയർത്തുന്ന രീതിയിലുള്ള വാർഷിക ആഘോഷ പരിപാടികൾ കുടുംബശ്രീ CDS എന്നതിൽ വിപുലമായ രീതിയിൽ നടത്താൻ നമുക്ക് സാധിക്കുന്നു. വിവിധ സംഗമങ്ങൾ, ക്യാമ്പയിനുകൾ. ഇന്ന് കുടുംബശ്രീ കേരളത്തിൻ്റെ നോഡൽ ഏജൻസി ആവുമ്പോൾ ഏകദേശം 12ഓളം സർക്കാർ വകുപ്പുമായി സംയോജിച്ചാണ് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ പോകുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വികസന പങ്കാളിയായി ഇന്ന് കുടുംബശ്രീ മാറി. അതോടൊപ്പം തന്നെയാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മഭടന്മാരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയായിട്ട് ഇന്ന് കുടുംബശ്രീ മാറി. മാലിന്യ നിർമ്മാർജ്ജന മേഖലയിലെ ഏറ്റവും മികച്ച ഏജൻസിയായിട്ട് ഇന്ന് കുടുംബശ്രീ മാറി. ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളാണെങ്കിലും പ്രകൃതി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളാണെങ്കിലും പ്രവാസി ഭദ്രതാ പ്രോഗ്രാം ആണെങ്കിലും പാഠപുസ്തക വിതരണം 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള നമ്മുടെ പിഞ്ചുമക്കളുടെ പാഠപുസ്തക വിതരണം കഴിഞ്ഞ 5 വർഷം തുടർച്ചയായിട്ട് സോർട്ട് ചെയ്ത് പാക്ക് ചെയ്ത് സ്കൂളിൽ വിതരണം ചെയ്യുന്ന പ്രവൃത്തിയും 300ഓളം വരുന്ന കുടുംബശ്രീ പ്രവർത്തകന്മാരാണ്. ഇന്ന് കുടുംബശ്രീയുടെ നിലവിലെ അവസ്ഥ എവിടെയാണ് ഒന്ന് ആലോചിച്ച് നോക്കാം. ഏകദേശം 1070 കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി നമുക്കുണ്ട്. 19,473 ADSകൾ, ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റികൾ നമുക്ക് പ്രവർത്തിക്കുന്നു. ഏകദേശം 3,16,000 അയൽക്കൂട്ടങ്ങളിലായിട്ട് 46 ലക്ഷത്തി സംതിങ് ആളുകൾ കുടുംബശ്രീ അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇന്ന് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു നിൽക്കുന്നു. 8,995 കോടി രൂപ ഇന്ന് അയൽക്കൂട്ടങ്ങളുടെ സമ്പാദ്യമായിട്ട് നിലനിൽക്കുന്നു. 28,173 കോടി രൂപയുടെ ആന്തരിക വായ്പാ പ്രവർത്തനമാണ് ഇന്ന് കുടുംബശ്രീ സംവിധാനം വഴി നടപ്പിലാക്കുന്നത്. ഏകദേശം 85% അയൽക്കൂട്ടങ്ങളും ലിങ്കേജ് ലോൺ എടുത്തിട്ടുണ്ട് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ കേരളത്തിൻ്റെ സമ്പദ് ഘടനയെ ഏറ്റവും പരിപോഷിപ്പിക്കുന്ന തരത്തിലേക്ക് കേരളത്തിൻ്റെ എക്കോണമിയെ മാറ്റിമറിക്കാനുള്ള ഒരു സംവിധാനമായിട്ട് ഇന്ന് കുടുംബശ്രീ മാറി. ഏകദേശം 38,000 കോടി രൂപയാണ് ലിങ്കേജ് ലോണ് നമ്മുടെ അയൽക്കൂട്ടങ്ങൾക്ക് നൽകാൻ സാധിച്ചത്. ഒപ്പം തന്നെ സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും 1000ഓളം പ്രൊഫഷണൽസുകൾ കുടുംബശ്രീ സംഘടനാ സംവിധാനത്തെ ശാക്തീകരിക്കാൻ വേണ്ടിയുള്ള ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ 1000ഓളം പ്രൊഫഷണൽസുകളും 5000ഓളം കമ്മ്യൂണിറ്റി പ്രൊഫഷണൽസുകളും ഇന്ന് പ്രവർത്തിക്കുന്നു. മറ്റൊന്ന് സാംസ്കാരിക മേഖലയിൽ ഇടപെടലാണ്. കുടുംബശ്രീയുടെ ഒരു പുതിയ തലങ്ങളിലേക്ക്, പുതിയ കാലത്തിൻ്റെ പ്രത്യേകതക്കനുസരിച്ച് അയൽക്കൂട്ടങ്ങളുടെ മാനസികവും ശാരീരികവും വൈകാരികവും ബുദ്ധിപരമായ വികാസം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള വിവിധങ്ങളായിട്ടുള്ള സാംസ്കാരിക ഇടപെടലുകളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അരങ്ങ് കലോത്സവങ്ങൾ. മറ്റൊന്ന് എന്നിടം. ഓരോ EDS തലത്തിനകത്തും വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ, കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ
പ്രവർത്തിക്കുന്ന, ഇടം സൃഷ്ടിക്കുന്ന എന്നിടം പ്രവർത്തനങ്ങൾ നടക്കുന്നു. രംഗശ്രീ, സ്ത്രീകളുടെ അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിലുള്ള കലാ ഗ്രൂപ്പിൻ്റെ പേരാണ് രംഗശ്രീ എന്ന് പറയുന്നത്. മീഡിയാശ്രീ, കുടുംബശ്രീ അംഗങ്ങൾ ഏകദേശം 5 ലക്ഷം അംഗങ്ങളായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി റേഡിയോ നമുക്കുണ്ട്. ആ റേഡിയോ പ്രവർത്തിക്കാൻ ആവശ്യമായ ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന മീഡിയാശ്രീ നമുക്കിന്ന് സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. മറ്റൊന്ന് സർഗം ക്യാമ്പയിനുകൾ, ആളുടെ സർഗാത്മക കഴിവുകൾ പരിപോഷിക്കാനുള്ള സർഗം ക്യാമ്പയിനുകൾ എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. മറ്റൊന്ന് റേഡിയോശ്രീ, ഞാൻ ഓൾറെഡി പറഞ്ഞു. മറ്റൊന്നൊരു പുസ്തകയാത്ര, ഒരു 5-8 വർഷം മുമ്പ് നടന്നൊരു പ്രധാനപ്പെട്ട യാത്രയാണ്. കുടുംബശ്രീയിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പുസ്തകങ്ങൾ തയ്യാറാക്കുന്ന പ്രക്രിയ മുന്നോട്ട് പോകാൻ സാധിച്ചു. മറ്റൊന്ന് കലാജാഥ. പലപ്പോഴും സ്ത്രീകളുടെ നേതൃത്വത്തിൽ സാമൂഹ്യ വിഷയങ്ങൾ വരുമ്പോൾ ആ സാമൂഹ്യ വിഷയങ്ങളെ പരിഹരിക്കുന്ന തരത്തിലേക്കുള്ള വിവിധങ്ങളായിട്ടുള്ള കലാജാഥകൾ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. ഇന്ന് കേരളത്തിൻ്റെ, ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്, കേരള സ്ത്രീ സമൂഹത്തിനകത്ത് കുടുംബശ്രീ ഉണ്ടാക്കിയ സ്വാധീനം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊതു ഇടങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ദൃശ്യത. ഒരു ഓഫീസുകളിൽ പോയി കഴിഞ്ഞാൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പോയാൽ, ബാങ്കുകളിൽ പോയി കഴിഞ്ഞാൽ സ്ത്രീ പങ്കാളിത്തം നമുക്കിന്ന് കാണാൻ സാധിക്കും. ഇതൊരു ദിവസം കൊണ്ടുണ്ടായ കാര്യമല്ല. അങ്ങനെയെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്. 98 തൊട്ട് 27 വർഷത്തെ കുടുംബശ്രീയുടെ ഒരു പ്രത്യേക ഇടപെടലിൻ്റെ ഭാഗമാണ് കേരളത്തിലെ ഇന്നത്തെ ഈ സ്ത്രീ സമൂഹത്തിനുണ്ടായ വലിയ മാറ്റമെന്ന് പറയും. മറ്റൊന്ന് നേതൃത്വ പാടവശേഷി. നേരത്തെ രാവിലത്തെ ചില സെഷനുകളിൽ പറഞ്ഞ കാര്യമുണ്ട്. 50% സ്ത്രീ സംവരണം വന്ന സമയത്ത് പലപ്പോഴും പുരുഷന്മാർ പിൻസീറ്റിലിരുന്ന് ഭരിച്ചിരുന്ന കാലമല്ല ഇന്ന്. എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർമാൻമാർ സംസാരിക്കുന്നത്. ആ സംസാരിക്കാനുള്ള ആത്മവിശ്വാസം കിട്ടിയത് എവിടുന്ന? കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിൽ നിന്നാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ വിജയിച്ചെരുവിൽ 343 പേര് ഇന്ന് കേരളത്തിൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാരും മുനിസിപ്പൽ ചെയർമാൻമാരും. 10,000-ഓളം വരുന്ന സ്ത്രീകൾ വിജയിച്ച പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ 7,348 പേരിന്ന് കുടുംബശ്രീ അംഗങ്ങളാണ്. കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിൽ കിട്ടിയ ഊർജം, സംഘടനാ സംവിധാനത്തിൽ കിട്ടിയ ആർജവം, അത് പൊതു ഇടങ്ങളിൽ കൃത്യമായിട്ട് മനോഹരമായിട്ട് ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയത് കുടുംബശ്രീ സംഘടനാ സംവിധാനമാണ്. മറ്റൊന്ന് രാഷ്ട്രീയ സാമൂഹ്യ നിരയിലേക്കുള്ള നേതൃത്വ പദവിയിലേക്ക്. നമ്മുടെ ഗ്രാമങ്ങളിൽ നോക്കുക, ആ ഗ്രാമങ്ങളിൽ ഒരു പൊതു ഇലക്ഷൻ, ഒരു പഞ്ചായത്ത് ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാ മുഖ്യധാര പാർട്ടിക്കാരും അവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വിഭാഗം കുടുംബശ്രീ പ്രസ്ഥാനക്കാരാണ്. എന്തുകൊണ്ട് ആ പ്രാമുഖ്യം കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഒന്ന് നല്ല നേതൃത്വ പാഠവും, 2 ജനങ്ങളുമായിട്ടുള്ള ഇടപെടൽ, ജനങ്ങളുമായിട്ടുള്ള ബന്ധം. ഇങ്ങനെ ഏത് സാമൂഹിക സംഘടന എടുത്താലും, സാംസ്കാരിക സംഘടന എടുത്താലും, പൊളിറ്റിക്കൽ സംഘടന എടുത്തു കഴിഞ്ഞാലും അവരുടെ നേതൃനിരയിലെല്ലാം കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ആളുകളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന്, കുടുംബശ്രീ നടക്കുന്ന വിവിധങ്ങളായ പരിശീലനങ്ങളുണ്ട്. ആ പരിശീലനങ്ങൾ ഒരുപക്ഷെ 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള അയൽക്കൂട്ട മെമ്പർമാർ അവർ ആരോഗ്യത്തെക്കുറിച്ച്, പോഷകാഹാരത്തെക്കുറിച്ച്, ഫുഡ് ആൻഡ് ന്യൂട്രീഷനെ കുറിച്ച്, ഹെൽത്ത് ആൻഡ് വാഷിനെ കുറിച്ച്, ജെൻഡറിനെ കുറിച്ച്, വികസനത്തെക്കുറിച്ച്, DWMSനെ കുറിച്ച്, ഇങ്ങനെയുള്ള വികസന കാഴ്ചപ്പാടുകളെ കുറിച്ച് സംസാരിക്കാനും പഠിക്കാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുമുള്ള ആത്മവിശ്വാസം ഉണ്ടായത് കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെയാണ്. അങ്ങനെ 7ഉം 8ാം ക്ലാസ്സും മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ നാടിൻ്റെ വികസന പോരാളിയായി മാറി എന്നുള്ളതാണ് കുടുംബശ്രീയെ കൊണ്ടുണ്ടായ നേട്ടമെന്ന് പറയുന്നത്. മറ്റൊന്ന്, പങ്കാളിത്തം. ഇന്ന് ഏതൊരു മേഖലയിലും എടുത്തു കഴിഞ്ഞാൽ, ഒരു കാലത്ത് സ്ത്രീ പങ്കാളിത്തം, സ്ത്രീകൾ പുറത്തിറങ്ങുന്നില്ല എന്നായിരുന്നു പ്രശ്നം. ഇന്ന് എല്ലാ മേഖലയിലും ഇന്ന് കുടുംബശ്രീയുടെ ഇടപെടൽ കാണാൻ സാധിക്കും. എല്ലാ മേഖലയിലും. ഒരു ഗ്രാമസഭ എടുത്തു കഴിഞ്ഞാൽ, സ്കൂൾ PTA എടുത്തു കഴിഞ്ഞാൽ, ഒരു കാലത്ത് സ്കൂളിലെ PTA വന്നു കഴിഞ്ഞാൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് സ്കൂൾ PTA-യിൽ, മദർ PTA-യിലെല്ലാം പങ്കാളിത്തം കൂടുതലാണ്. വെറുതെ പങ്കാളിത്തമൊന്നും അല്ല, കൃത്യമായിട്ട് അധ്യാപകർ പഠിപ്പിക്കുന്നില്ലെങ്കിൽ അത് കൃത്യമായി ചോദ്യം ചെയ്യാനുള്ള ആർജവം ഉണ്ടാക്കുന്നുണ്ട്.
തൊഴിലിടങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ, മാനസികമായ പീഡനമുണ്ടാകുമ്പോൾ, ശാരീരികമായ പ്രശ്നമുണ്ടാകുമ്പോൾ, പീഡനമുണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനുള്ള ആർജവത്തോടു കൂടി പറയാനുള്ള ആർജവം ഇന്ന് നമ്മുടെ സ്ത്രീകൾക്കുണ്ട്. യാത്രകളിൽ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ അതിനെതിരെ കൃത്യമായി പ്രതികരിക്കാനുള്ള ആർജവം ഇന്ന് കുടുംബശ്രീ പ്രവർത്തകർക്കുണ്ട്. അത്തരം മേഖലകളിൽ എല്ലാ സർവോന്മുഖമായിട്ടുള്ള ഒരു മേഖലയിൽ നമുക്ക് കുടുംബശ്രീയുടെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ഒരുപാട് പരിമിതികൾ ഇനിയുമുണ്ട്. ഒരു പാട്രിയാർക്കിക്കൽ സമൂഹമുള്ള ഒരു നേരത്തെ വിനോദവും സ്ത്രീയും സമൂഹവും എന്നത്തെ കുറിച്ച് സെമിനാറിൽ മോഡറേറ്റർ പറഞ്ഞതുപോലെ ഒരു 2070 ആവും ഈ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും വൈകിയ സമയം നമുക്കറിയാം. അടുത്തൊരു 1-2 പ്രസൻറ്റേഷനുണ്ട്, അതിനുള്ള അതിഥികൾ എത്തിയിട്ടുണ്ട്. ഈ ഒരു ചെറിയ പ്രസൻറ്റേഷൻ 2 മണിക്കൂർ കൊണ്ടുള്ള പ്രസൻറ്റേഷൻ 20 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചു. എൻ്റെ വാക്കുകൾ ശ്രവിച്ച എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.